ഹലോ, ബിൽഡ് യുവർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. RRB എക്സാംസിൻ്റെ 20 ഡേയ്സ് സീരീസ് നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹിസ്റ്ററിയുടെ ആദ്യത്തെ 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് കണ്ടു കഴിഞ്ഞ് വന്നവർ മാത്രം ഈ ഒരു വീഡിയോ കാണുക. കാരണം അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നോക്കുന്നത് നമ്മൾ അടുത്തൊരു 50 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 50 കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെപ്പോലെ തന്നെ ഈ വീഡിയോസ് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നവർക്ക് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് വൺ, ദ ന്യൂ കോയിൻ റുപ്പിയ വാസ് ഇഷ്യൂഡ് ഫോർ ദ ഫസ്റ്റ് ബൈ. റുപ്പി എന്ന് പറയുന്ന, നമ്മൾ ഇന്ന് കാണുന്ന റുപ്പി എന്ന് പറയുന്ന ഈ ഒരു കോയിൻ ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്തത് ഷേർഷാ സൂരിയാണ്. ഓക്കെ, ഷേർഷാ സൂരിയാണ് ആദ്യമായിട്ട് റുപ്പി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇഷ്യൂ ചെയ്തത്. ദ പോർച്ചുഗീസ് എക്സ്പ്ലോറർ വാസ്കോഡ ഗാമ ഡൈഡ് ഇൻ. വാസ്കോഡ ഗാമ മരിച്ചത് 1524 എവിടെ വെച്ചിട്ടാണ് മരിച്ചത്? കൊച്ചിയിൽ വെച്ചിട്ടാണ് മരിച്ചത്. പോർച്ചുഗീസ് എക്സ്പ്ലോറർ ആയിട്ടുള്ള വാസ്കോഡ ഗാമ 1524 കൊച്ചിയിൽ വെച്ചിട്ടാണ് മരിച്ചത്. The Red Fort and the Jama Masjid in Delhi stand out as towering achievements of architecture during the reign of. അതായത് റെഡ് ഫോർട്ടും ഡൽഹി ജമാ മസ്ജിദും ഇത് രണ്ടും നമ്മുടെ അച്ചീവ്മെന്റ്സ് ആണ് അല്ലേ? ആർക്കിടെക്ചറിന്റെ, ഇന്ത്യൻ ആർക്കിടെക്ചറിന്റെ തന്നെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന അച്ചീവ്മെന്റ്സ് ആണ്. ഇത് ആരുടെ കാലഘട്ടത്തിലായിരുന്നു എന്ന് ചോദിച്ചാൽ ഷാജഹാന്റെ കാലഘട്ടത്തിലായിരുന്നു റെഡ് ഫോർട്ടും ജമാ മസ്ജിദും എല്ലാം ഉണ്ടാക്കി വന്നത്. ഓക്കെ, അടുത്തത്, ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് മൗര്യ എംപയർ. മൗര്യ രാജവംശത്തിന്റെ സ്ഥാപകൻ ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യാണ് മൗര്യ രാജവംശത്തിന്റെ സ്ഥാപകൻ. ഹു വാസ് നോൺ ആസ് ദ അയൺ മാൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ് അയൺ മാൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തത്, who was the Indian Army chief at the time of Bangladesh Liberation War. ബംഗ്ലാദേശ് ലിബറേഷൻ വാർ നടക്കുന്ന സമയത്ത് ഇന്ത്യൻ ആർമി ചീഫ് ആരായിരുന്നു? സാം മനേക് ഷാ ആയിരുന്നു ഇന്ത്യൻ ആർമി ചീഫ്. ഓക്കെ, ബംഗ്ലാദേശ് ലിബറേഷൻ വാർ നടക്കുമ്പോൾ ഇന്ത്യൻ ആർമി ചീഫ് ആയിരുന്നത് സാം മനേക് ഷാ ആയിരുന്നു. Who among the following was killed by Chhatrapati Shivaji in the Battle of Pratapgarh? Battle of Pratapgarh സമയത്ത് ഛത്രപതി ശിവജി ആരെയാണ് കൊന്നത്? അഫ്സൽ ഖാനിനെയാണ് കൊന്നത്. ആ യുദ്ധത്തിൽ ഛത്രപതി ശിവജി അഫ്സൽ ഖാനെ വധിക്കുകയാണ് ചെയ്തത്. Okay, name the last Hindu dynasty of Gujarat whose rule extended from 1244 to 1304. 1244 മുതൽ 1304 വരെ ഗുജറാത്ത് ഭരിച്ചിരുന്ന ഹിന്ദു ഡൈനാസ്റ്റി. അത് ഗുജറാത്തിലെ അവസാനത്തെ ഹിന്ദു ഡൈനാസ്റ്റി കൂടെ ആയിരുന്നു. ആരായിരുന്നു അത്? വഘേല ഡൈനാസ്റ്റി ആയിരുന്നു. വഘേല ഡൈനാസ്റ്റി ഗുജറാത്തിലെ അവസാനത്തെ ഹിന്ദു ഡൈനാസ്റ്റിയാണ്. അത് ഏത് കാലഘട്ടമാണ് ഗുജറാത്ത് ഭരിച്ചത്? 1244 മുതൽ 1304 വരെ ആയിരുന്നു ഭരിച്ചത്. Who was the first Delhi Sultan to break the power of the Turkish nobles known as the Chahalghani or the 40? ഓക്കെ, ആദ്യത്തെ ഡൽഹി സുൽത്താൻ, അതായത് ടർക്കിഷ് നോബിൾസിന്റെ പവർ, ആധിപത്യം നശിപ്പിച്ചു കളഞ്ഞ ആദ്യത്തെ ഡൽഹി സുൽത്താൻ ആരായിരുന്നു? ബൽബാൻ ആണ്. ഓക്കെ, ബൽബാൻ ആണ് ടർക്കിഷ് നോബിൾസിന്റെ പവർ ബ്രേക്ക് ചെയ്ത ഡൽഹി സുൽത്താൻ. ഹൂ സ്റ്റാർട്ടഡ് ദ ന്യൂസ് പേപ്പർ കേസരി. കേസരി ന്യൂസ് പേപ്പർ ആരാണ് തുടങ്ങിയത്? ബാൽ ഗംഗാധർ തിലകാണ് കേസരി എന്ന ദിനപത്രം തുടങ്ങിയത്. ഓക്കെ, which of the following pillars depict rock cut pillars? rock cut pillars എന്നത് ഏതാണ്? മൗര്യൻ പില്ലേഴ്സിനെയാണ് നമ്മൾ റോക്ക് കട്ട് പില്ലേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്, which dynasty has developed the Gandhara school of art in ancient India? ആദ്യ കാലഘട്ടത്തിൽ ആൻഷ്യന്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നതാണ് ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട്. ഏത് ഡൈനാസ്റ്റിയാണ് ആ സ്കൂൾ ഡെവലപ്പ് ചെയ്തത് എന്ന് ചോദിച്ചാൽ കുഷൻ ഡൈനാസ്റ്റി ആണ്. ഓക്കെ, കുഷൻ ഡൈനാസ്റ്റി ആണ് ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നത്. കനിഷ്കയാണ് കുഷൻ ഡൈനാസ്റ്റിയുടെ സ്ഥാപകൻ. ദ വിക്രമശില യൂണിവേഴ്സിറ്റി വാസ് ഫൗണ്ടഡ് ബൈ. വിക്രമശില യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയത് ധർമ്മപാല ആണ്. ധർമ്മപാലയാണ് വിക്രമശില യൂണിവേഴ്സിറ്റി
ഫൗണ്ട് ചെയ്തത്, ഉണ്ടാക്കിയത്. ദണ്ഡി മാർച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത്, ദണ്ഡി മാർച്ച് എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ്? ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ദണ്ഡി മാർച്ച്. ഓക്കെ. ഹു വാസ് ദ ഫസ്റ്റ് വുമൺ റൂളർ ഓഫ് ഡൽഹി? ഡൽഹിയിലെ ആദ്യത്തെ വനിതാ റൂളർ ആരാണ്? റസിയ സുൽത്താന. നമ്മള് ഝാൻസി റാണി എന്ന് പറയുന്ന റസിയ സുൽത്താനയാണ് ആര്? ഡൽഹിയിലെ ആദ്യത്തെ വുമൺ റൂളർ. ഓക്കെ, റസിയ സുൽത്താന. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഭഗത് സിംഗ്, സുഖ്ദേവ് ആൻഡ് രാജ്ഗുരു were executed on. ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു നമുക്കറിയാം ഇവരെ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ് ചെയ്തത്. അവരെ എന്നാണ് വധശിക്ഷ നടപ്പിലാക്കിയത്? 1931 മാർച്ച് 23-നാണ് ഇവരുടെ 3 പേരുടെയും വധശിക്ഷ നടപ്പിലാക്കിയത്. ഓക്കെ. അടുത്തത്, ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് സിഖ് എംപയർ? സിഖ് രാജവംശത്തിന്റെ സ്ഥാപകൻ ആരാണ്? മഹാരാജ രഞ്ജിത് സിംഗ് ആണ് സിഖ് രാജവംശത്തിന്റെ സ്ഥാപകൻ. ഓക്കെ. അടുത്തത്, when was the Indian National Congress founded? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് 1885-ലാണ്. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കപ്പെട്ടത് 1885-ലാണ്. ഹു വാസ് ദ ലാസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ? സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? സി രാജഗോപാലാചാരി ആയിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ. Which empire was founded by Kanishka? കനിഷ്ക സ്ഥാപിച്ച രാജവംശം ഏതാണ്? കുഷൻ എംപയർ ആണ്. ഓക്കെ, കുഷൻ രാജവംശം കനിഷ്കയാണ് സ്ഥാപിച്ചത്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹു വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു ട്രാവൽ സ്പേസ്? സ്പേസിലേക്ക് ട്രാവൽ ചെയ്ത് സഞ്ചരിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? രാകേഷ് ശർമ്മയാണ്. ഓക്കെ. വാട്ട് വാസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ദ ചോള ഡൈനാസ്റ്റി? ചോള രാജവംശത്തിന്റെ ക്യാപിറ്റൽ സിറ്റി ഏതായിരുന്നു? തലസ്ഥാന നഗരം ഏതായിരുന്നു? തഞ്ചാവൂരാണ്. തഞ്ചാവൂരായിരുന്നു ചോള രാജവംശത്തിന്റെ തലസ്ഥാന നഗരം. In which year did the Battle of Plassey take place? Battle of പ്ലാസി യുദ്ധം നടന്നത് 1757-ലാണ്. ഓക്കെ, 1757-ലാണ് പ്ലാസി യുദ്ധം നടന്നത്. Which Indian leader is known as the Missile Man of India? Missile Man of India എന്നറിയപ്പെടുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം. Who is known as the Light of Asia? Light of Asia എന്നറിയപ്പെടുന്നത് ഗൗതമ ബുദ്ധ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ APJ അബ്ദുൽ കലാം, ലൈറ്റ് ഓഫ് ഏഷ്യ ഗൗതമ ബുദ്ധ. നമ്മൾ നേരത്തെ പഠിച്ചു അയൺ മാൻ ഓഫ് ഇന്ത്യ സർദാർ വല്ലഭായ് പട്ടേൽ. When was the Battle of Buxar fought? ബുക്സാർ ബാറ്റിൽ നടന്നത് എപ്പോഴാണ്? 1764-ലാണ്. ഓക്കെ, ബുക്സാർ ബാറ്റിൽ നടന്നത് 1764. What is the ancient name of Patna? പാറ്റ്നയുടെ പഴയ പേരെന്തായിരുന്നു? പാടലിപുത്ര. പാറ്റ്നയുടെ പഴയ പേര് പാടലിപുത്ര എന്നായിരുന്നു. Who is known as the architect of Indian Constitution? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. What was the capital city of Pallava dynasty? പല്ലവ രാജവംശത്തിന്റെ തലസ്ഥാന നഗരം കാഞ്ചീപുരം ആയിരുന്നു. പല്ലവ ഡൈനാസ്റ്റിയുടെ തലസ്ഥാനം എവിടെയായിരുന്നു? കാഞ്ചീപുരം ആയിരുന്നു. Which Indian king fought against Alexander the Great? അലക്സാണ്ടർ രാജാവിനെതിരെ പോരാടിയ ഇന്ത്യൻ രാജാവ് ആരായിരുന്നു? കിങ് പോറസ് ആയിരുന്നു. കിങ് പോറസ് ആണ് അലക്സാണ്ടറിനെതിരെ പടപൊരുതിയ ഇന്ത്യൻ രാജാവ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത്, ഹു വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ ദ നോബൽ പ്രൈസ്? നോബൽ പ്രൈസ് കിട്ടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരായിരുന്നു? മദർ തെരേസ. നോബൽ പ്രൈസ് കിട്ടിയ ആദ്യ ഇന്ത്യൻ വനിത മദർ തെരേസയാണ്. വാട്ട് വാസ് ദ ആൻഷ്യന്റ് നെയിം ഓഫ് ഡൽഹി? ഡൽഹിയുടെ പഴയ പേരെന്തായിരുന്നു? ഇന്ദ്രപ്രസ്ഥ. ഡൽഹിയുടെ പഴയ പേര് ഇന്ദ്രപ്രസ്ഥ എന്ന് ആയിരുന്നു. ഹു കെയിം ഫസ്റ്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ? ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ആദ്യം വരുന്നത് എന്താണ്? ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെ? ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ പഠിക്കുമ്പം ആദ്യം നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്നാണ് ഇന്ത്യൻ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹു ബിൽഡ് റെഡ് ഫോർട്ട് ഇൻ ഇന്ത്യ? ഡൽഹി. ഡൽഹിയില് ചെങ്കോട്ട റെഡ് ഫോർട്ട് കെട്ടിയത് ആരാണ്? ഷാജഹാൻ ആണ് ചെങ്കോട്ട നിർമ്മിച്ചത്. ഓക്കെ, ഡൽഹിയിൽ റെഡ് ഫോർട്ട് നിർമ്മിച്ചത് ഷാജഹാൻ ആണ്.
Who was the first Indian to receive Bharat Ratna? Bharat Ratna കിട്ടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഓക്കെ, ഭാരത് രത്ന കിട്ടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. നമുക്ക് അടുത്തതിലേക്ക് പോവാം. Who led the Salt March in 1930? 1930 ഉപ്പു സത്യാഗ്രഹം അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് ആരായിരുന്നു? മഹാത്മാഗാന്ധി. ദണ്ഡി മാർച്ച് നടത്തി ഉപ്പ് സത്യാഗ്രഹം ചെയ്തത് ആരാണ്? മഹാത്മാഗാന്ധിയാണ് 1930. When was the Constitution of India adopted? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് എപ്പോഴായിരുന്നു? 1950 ജനുവരി 26-ന്. 1950 ജനുവരി 26-നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്. ദ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ HSRA, ഇതിന്റെ ഫുൾ ഫോം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ വാസ് ഫോംഡ് ഇൻ ദ ഇയർ 1928. 1928-ലാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഫോം ചെയ്തത്. അതിന്റെ എയിം എന്തായിരുന്നു? ബ്രിട്ടീഷുകാരെ പുറത്താക്കുക എന്നുള്ളതായിരുന്നു അതിന്റെ എയിം. Which battle was fought between മുഹമ്മദ് ഘോറി and പൃഥ്വിരാജ് ചൗഹാൻ? മുഹമ്മദ് ഘോറിയും പൃഥ്വിരാജ് ചൗഹാനും തമ്മിലുണ്ടായിരുന്ന യുദ്ധം ഏതായിരുന്നു? ബാറ്റിൽ ഓഫ് തറൈൻ ആയിരുന്നു മുഹമ്മദ് ഘോറിയും പൃഥ്വിരാജ് ചൗഹാനും തമ്മിലുണ്ടായിരുന്ന യുദ്ധം. Who among the following was called as അജശത്രു ബൈ ഗാന്ധിജി? ഗാന്ധിജി അജശത്രു എന്ന് പറഞ്ഞത് ആരെയായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ആയിരുന്നു. ഓക്കെ, അടുത്തത് ദ സൈമൺ കമ്മീഷൻ വാസ് കൺസേൺഡ് വിത്ത്. സൈമൺ കമ്മീഷൻ എന്തായിരുന്നു? സൈമൺ കമ്മീഷന്റെ ഉദ്ദേശം കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ആയിരുന്നു സൈമൺ കമ്മീഷൻ നിലവിൽ വന്നതിന്റെ ഉദ്ദേശം. അടുത്തത് ദ ഗാന്ധി ഇർവിൻ പാക്ട് പ്രൊക്ലൈംഡ് ദ സസ്പെൻഷൻ ഓഫ്. ഗാന്ധി ഇർവിൻ പാക്ടില് എന്തിന്റെ സസ്പെൻഷൻ, എന്താണ് പിരിച്ചുവിട്ടത്? സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ആണ് പിരിച്ചുവിട്ടത്. ഓക്കെ, ഹു എമംഗ് ദ ഫോളോവിങ് വാസ് ദ ലീഡർ ഓഫ് മോഡറേറ്റ്സ്? മോഡറേറ്റ്സിന്റെ ലീഡർ ആരായിരുന്നു? മോഡറേറ്റ്സിന്റെ ലീഡർ ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. ഓക്കെ, ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു മോഡറേറ്റ്സിന്റെ ലീഡർ. ഹു എമംഗ് ദ ഫോളോവിങ് ഫസ്റ്റ് പ്രൊപ്പൗണ്ടഡ് ദ ഐഡിയ ഓഫ് ബേസിക് എഡ്യൂക്കേഷൻ? ബേസിക് എഡ്യൂക്കേഷൻ എന്നൊരു ഐഡിയ കൊണ്ടുവന്നത് ആരായിരുന്നു? മഹാത്മാഗാന്ധിയാണ്. ഓക്കെ, അടിസ്ഥാന വിദ്യാഭ്യാസം എന്നൊരു കൺസെപ്റ്റ്, ആ ഒരു ഐഡിയ കൊണ്ടുവന്നത് മഹാത്മാഗാന്ധി ആയിരുന്നു. ജനറൽ ഡയർ ഹു വാസ് റെസ്പോൺസിബിൾ ഫോർ ജാലിയൻ വാലാബാഗ് മാസ്കർ വാസ് ഷോട്ട് ഡെഡ് ബൈ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലപാതകത്തിന് കാരണമായിരുന്നത് ആരായിരുന്നു? ജനറൽ ഡയർ ആയിരുന്നു. അദ്ദേഹം ആരാലാണ് വധിക്കപ്പെട്ടത്? ഉദ്ധം സിംഗിന്റെ വെടിയേറ്റിട്ടാണ് ജനറൽ ഡയർ മരിച്ചത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ്. ലാസ്റ്റ് 5 ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ബിഫോർ ഡൽഹി വേർ വാസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് ഇന്ത്യ? ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലഘട്ടത്തിൽ ഡൽഹിക്ക് മുൻപ് ഇന്ത്യയുടെ ക്യാപിറ്റൽ ഏതായിരുന്നു? കൽക്കട്ടയായിരുന്നു ഇന്ത്യയുടെ ക്യാപിറ്റൽ. Okay, the capital of India was shifted to Delhi during the reign of. അതായത് കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് ഇന്ത്യയുടെ ക്യാപിറ്റൽ മാറ്റിയത് ഹർഡിങ്സിന്റെ കാലഘട്ടത്തിലായിരുന്നു. ഹർഡിങ്ജയുടെ കാലഘട്ടത്തിലായിരുന്നു കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് ഇന്ത്യൻ ക്യാപിറ്റൽ മാറ്റിയത്. വന്ദേമാതരം വാസ് പബ്ലിഷ്ഡ് ഇൻ. വന്ദേമാതരം ഏത് ബുക്കിൽ, എവിടെയാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്? ആനന്ദ് മഠം, ആ ബുക്കിലാണ് അല്ലെങ്കിൽ ആ ഒരു പ്രസിദ്ധീകരണത്തിലാണ് വന്ദേമാതരം പബ്ലിഷ് ചെയ്തത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേമാതരം എഴുതിയത്. The resolution to start the Quit India movement was adopted by INC at its session held at. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബോംബെ സെഷനിൽ വെച്ചിട്ടാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്നൊരു കാര്യം ചെയ്യണം എന്നുള്ള റെസൊല്യൂഷൻ, എന്നൊരു തീരുമാനം വന്നത്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനുള്ള തീരുമാനം വന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബോംബെ സെഷനിലാണ്. ഓക്കെ, വൈ വർ ദ ഇന്ത്യൻസ് ഡിസാറ്റിസ്ഫൈഡ് വിത്ത് സൈമൺ കമ്മീഷൻ? ഇന്ത്യക്കാർക്ക് ഒരിക്കലും സൈമൺ കമ്മീഷൻ അംഗീകരിക്കാൻ പറ്റിയിരുന്നില്ല. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ ആ കമ്മീഷനകത്ത് ഒരു ഇന്ത്യക്കാരൻ പോലും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ സൈമൺ കമ്മീഷൻ ഇന്ത്യക്കാർ അംഗീകരിക്കാതിരുന്നതിന്റെ കാരണം സൈമൺ കമ്മീഷന്റെ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പം അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തപ്പം അതിനകത്ത് ഒരു മെമ്പർ പോലും ഇന്ത്യക്കാരൻ ആയിരുന്നില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഹിസ്റ്ററിയിൽ നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഓൾറെഡി ചെയ്തൊരു 50 ക്വസ്റ്റ്യൻസും ഈ 50 ക്വസ്റ്റ്യൻസും കൂടെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ എക്സാംസിന് എല്ലാം ചോദിച്ചു വന്നിട്ടുള്ള പാറ്റേൺ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യുന്ന വീഡിയോസും എല്ലാം യൂസ്ഫുൾ ആകും എന്ന് വിചാരിക്കുന്നുണ്ട്. കുറെ പേരൊക്കെ കമന്റ് ചെയ്ത് നമ്മളെ അറിയിക്കുന്നുണ്ട് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെഷ്യലായിട്ട് ഏതെങ്കിലും ടോപ്പിക്കുകളോ സബ്ജക്റ്റുകളോ നിങ്ങൾക്ക് ആവശ്യം
ഉണ്ടെങ്കിലും നമ്മളെ ഒന്ന് ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു.